സ്കൂൾ ഓഫ് ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കട്ടെ. എംബ്രോയ്ഡറിയും പെയിൻറ്റിങ്സും ഒക്കെ ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മളൊരു പെയിൻറ്റിങ് തന്നെയാണ് കാണിക്കുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും പെയിൻറ്റിങ് തീരെ ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അതിനകത്ത് നമ്മൾ ഗ്ലാസ്സിൽ ഒക്കെ ചെയ്യും പെയിൻറ്റിങ്. പക്ഷേ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി OHP ഷീറ്റ് എന്ന് പറയും. ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ്. ഇത് നമുക്ക് നൂല് വയ്ക്കുന്ന കടയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ ഫാൻസി സ്റ്റോഴ്സിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഈ OHP ഷീറ്റ് വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ വേണം. ഇത് ഞാൻ ട്രേസ് എടുത്തതാണ്, വേറെ ഡിസൈൻ. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അതും വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് നമുക്ക് കളേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 10 കളേഴ്സുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഔട്ട്ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി ലൈനർ ആവശ്യമുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ലൈനർ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറിലെ ലൈനറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ച് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതല്ലാത്ത പല കളേഴ്സിലുള്ള ലൈനേഴ്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കളർ കൂടാതെ ക്യാമലിലെ കുറച്ച് കളേഴ്സും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. ഇതിനു മുന്നേ ചെയ്തൊരു പെയിൻറ്റിങ്. ഞാനിപ്പം പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഈ ബ്ലാക്ക് ലൈനർ എടുത്തു. ഇതിനൊരു ക്യാപ്പ് ഇട്ടിട്ടാണ് ഇത് വരാറ്. ആ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലൊരു നോസിൽ അതിനകത്തുണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട്. കാരണം എന്നാലേ ഇത് കറക്റ്റായിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡിസൈൻ ഇവിടെ വെച്ചു. അതിൻ്റെ മുകളിൽ ഈ OHP ഷീറ്റ് വെച്ചു. പിന്നെ ഈ 2-3 സ്ഥലത്തിൽ 4 സൈഡിൽ നമ്മളിങ്ങനെ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ വെച്ചിട്ട് ഇതുപോലെ ഈ എവിടെയാണ് ചെയ്യുന്നത് അവിടെ അങ്ങ് ഒട്ടിച്ച് വെക്കണം. കാരണം ഇതല്ലെങ്കിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, തുടങ്ങാനായിട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യണം, താഴെ നിന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ട് തന്നെ ചെയ്യണം. നമ്മൾ ലൈനറെല്ലാം ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് സമയം വെക്കണം ഉണങ്ങാനായിട്ട്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് കളർ ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഔട്ട്ലൈനൊക്കെ വരച്ചത്. ഇനി നമ്മൾ കളർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ലീഫിന് കളർ ചെയ്യാൻ ആദ്യം യെല്ലോ ഉപയോഗിച്ച് നടുക്കിങ്ങനെ കൊടുത്തു. ഒന്നുമില്ല, ഇതുപോലെ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിനകത്ത് ബബിൾസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഒരു ബഡ് എടുത്തിട്ട് ബഡ് ഉപയോഗിച്ച് ഇതിനെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഗ്രീൻ എടുത്തിട്ട് അപ്പം തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ഷെയ്ഡിങ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രീനും യെല്ലോ ഉപയോഗിച്ച് നമ്മൾ ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ടൊമാറ്റോ റെഡും
പിന്നെ ഓറഞ്ചുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഫ് ചെയ്തു, ഇനി അടുത്തത് ചെയ്യാം. ഇപ്പോൾ ഓറഞ്ച് നടുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ കൊടുത്തു. പിന്നെ ബബിൾസ് വരുമ്പോൾ അപ്പോൾ ഈ ബഡ്സ് ഉപയോഗിച്ച് പൊട്ടിച്ച് കളയണം. ഇല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പം അവിടെ മാത്രം കളറില്ലാതെ കാണിക്കും. പിന്നെ ടൊമാറ്റോ റെഡ് യൂസ് ചെയ്യാന്ന്. ഇത് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഇതുപോലെ വലിച്ചാൽ മതി. ഓരോ പെറ്റലായിട്ട് തന്നെ ചെയ്യണത്. നമ്മളിത് മുഴുവനായും കളർ ചെയ്ത് കഴിഞ്ഞു. ഒന്നെങ്കിൽ നടുക്ക് ടൊമാറ്റോ റെഡ് കൊടുത്തിട്ട് ചുറ്റിലും ഓറഞ്ച് കൊടുത്തിട്ട് വലിച്ചാൽ മതി. അല്ലെങ്കിൽ ടൊമാറ്റോ റെഡ് ചുറ്റിലും കൊടുത്തിട്ട് നടുക്ക് ഓറഞ്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ മതി. എന്തായാലും ടൊമാറ്റോ റെഡ് കുറച്ച് കൊടുത്താൽ മതി. അത് ഡാർക്ക് കളർ ആയതുകൊണ്ട്, ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട്. ഇനി ഇതിപ്പം ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഈ വശം അകത്തോട്ടായിട്ട് ആണ് ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രെയിം ചെയ്തത് ഞാൻ വേറെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും, അതായത് ഗ്ലാസ്സിൽ ചെയ്യുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.